നമസ്കാരം. ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ അതിപുരാതനവും പുണ്യവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മനോഹരമായ കാടുകളും നദികളും ചുറ്റിപ്പറ്റിയ പ്രകൃതി സൗന്ദര്യത്തിനിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം മഹാദേവനോട് സമർപ്പിച്ചിരിക്കുന്നു. കൊട്ടിയൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സ്ഥിരമായി ക്ഷേത്രം പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വൈശാഖ മഹോത്സവം എന്ന ഉത്സവകാലത്താണ് ക്ഷേത്രം തുറക്കുന്നത്. ഏകദേശം 28 ദിവസത്തോളം നീളുന്ന ഈ ഉത്സവം ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു പുരാണ കഥയുമുണ്ട്. ദക്ഷയാഗം നടന്ന സ്ഥലം എന്നാണ് വിശ്വാസം. സതിദേവിയുടെ ആത്മാഹുതിയും അതിനെ തുടർന്ന് മഹാദേവന്റെ കോപവും, ഓൾ ദീസ് സ്റ്റോറീസ് മേക്ക് കൊട്ടിയൂർ സ്പിരിച്വലി വെരി പവർഫുൾ. ഇവിടെ 2 പ്രധാന ക്ഷേത്രങ്ങളുണ്ട്: അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും ഉത്സവ സമയത്ത് മാത്രമേ ആരാധന നടക്കൂ. ഇക്കരെ കൊട്ടിയൂർ വർഷം മുഴുവൻ തുറന്നിരിക്കുന്നു. നദി കടന്നു നടന്നു പോകുന്ന അനുഭവം, പ്രകൃതിയുമായി ചേർന്ന് ഭക്തി അനുഭവിക്കുന്നത്, ഇവയെല്ലാം കൊട്ടിയൂരിനെ വളരെ പ്രത്യേകമാക്കും. ഇതൊരു സാധാരണ ക്ഷേത്ര സന്ദർശനം മാത്രമല്ല, മറിച്ച് ആത്മീയതയും പ്രകൃതിയും ഒരുമിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.